അപ്പോൾ ഭൈരവൻ കഴിഞ്ഞു. നമുക്കിനി അടുത്തത് എല്ലാവരും ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ പ്രചാരമാണ് ഹനുമാൻ ചാലീസ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഹനുമാൻ ചാലീസ ചൊല്ലാൻ ഒരുപാട് പേര് ചൊല്ലുന്നുണ്ട്. പക്ഷേ ചൊല്ലുന്നതിന് ചിലർക്കുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഹനുമാൻ സേവ ചെയ്യുന്ന അല്ലെങ്കിൽ ഹനുമാൻ ഉപാസന ചെയ്യുന്നവർക്ക് ബ്രഹ്മചര്യം നിർബന്ധമാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹനുമാൻ ചാലീസ ചൊല്ലുന്നതിനും അങ്ങനെ ചില നിബന്ധനകളുണ്ടോ, നിയമങ്ങളുണ്ടോ? ഇപ്പോൾ ചില സമയത്ത് നമുക്ക് പനിയായിട്ട് കുളിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ചെയ്യാൻ സാധിക്കില്ല. ഇതിൻ്റെയൊക്കെ നിയമങ്ങൾ എന്താണ്? തുളസീദാസ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഹനുമാൻ ചാലീസ ആർക്കും ചൊല്ലാം. അദ്ദേഹം എഴുതി. അതിന് ഗുരുദീക്ഷ, മന്ത്രദീക്ഷ ആവശ്യമുണ്ടോ? അദ്ദേഹം സാധാരണക്കാർക്ക് വേണ്ടി സാധാരണ ഭാഷയിൽ എഴുതി വെച്ചൊരു സാധനത്തിന് നീ എന്തിനാണ് ദീക്ഷ കൊടുക്കുന്നത്? ആരാണ് ഈ തുളസീദാസ് എഴുതി വെച്ച ഒരു സാധനത്തിന് ദീക്ഷ കൊടുക്കാൻ യോഗ്യതയുള്ള ഇന്ത്യയിലൊരുത്തനെ, ലോകത്തൊരുത്തനെ ഒന്ന് കാണിക്കാൻ ഞാൻ പറയുന്നില്ല, ഇന്ത്യയിലൊരുത്തനെ ഒന്ന് കാണിച്ചത് എനിക്ക്. തുളസീദാസ് എഴുതി വെച്ച ഹനുമാൻ ചാലീസയ്ക്ക് മന്ത്രദീക്ഷ കൊടുക്കാൻ ശേഷിയുള്ള ഒരാളെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ചിലപ്പോൾ നീം കരോലി ബാബ ആ കാലത്ത് ഉണ്ടായിരുന്നു. ഇപ്പം ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയാമല്ല. അതിനുള്ള വിവരക്കേട് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരാരും. നമുക്ക് സാധാരണക്കാർക്ക് വേണ്ടി എഴുതി കൊടുത്താണെന്ന് എത്ര പേർക്ക് റിസൾട്ട് ഉണ്ടാക്കിയ സാധനമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഋഷി ഒരു മന്ത്രത്തെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ഒരു വെറുതെ ഒരു പേരുകളെ കൊണ്ട് അമ്മാനമാടി ഒരു സ്തോത്രം എഴുതിയിട്ട് അതുകൊണ്ട് ഐശ്വര്യമാണോ? അതുകൊണ്ട് വശ്യാണോ? അതുകൊണ്ട് ഭേദനാണോ? അതുകൊണ്ട് കാരാഗ്രഹത്തിൽ നിന്നൊക്കെ മുക്തി കിട്ടി വരിക. അപ്പം അത് ശത്രുക്കൾ തമ്മിൽ കലഹിച്ചു പോവുക, ശത്രുക്കൾ മരിക്കുക, എല്ലാ സാധനവും ഒരു സാധനം കൊണ്ട് ചെയ്യുക. അപ്പം എഴുതി വെച്ചവൻ ആ ദേവതയായിട്ടുള്ള ബന്ധമെന്ന് നീ ഇയാളിത് എഴുതുമ്പം ഞാൻ ഈ ഫലത്തെ ചൊല്ലുന്നവന് മുഴുവൻ കൊടുത്തേക്കാമെന്ന് തീരുമാനിക്കുകയാണ് ഹനുമാൻ സ്വാമി, ചിരഞ്ജീവിയായിട്ടുള്ള സ്വാമി. അപ്പോൾ അദ്ദേഹത്തിന് ആ എഴുതിയവനുമായിട്ടുള്ള ബന്ധം എന്തായിരിക്കും? അത് ചൊല്ലുന്നവർക്കെല്ലാം അതിന് പ്രത്യേകിച്ച് നിയമങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിച്ചോളൂ. ഞാനൊന്നും കേട്ടിട്ടൊന്നുമില്ല, ഞാൻ ചൊല്ലാറൊന്നുമില്ല, എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ സാധനത്തിന് ചൊല്ലുന്ന ഒരുപാട് പേരെ എനിക്കറിയാം, കാണാതെ അറിയുന്നവരെയൊക്കെ അറിയാം, ദിവസവും ചൊല്ലുന്നവരുണ്ട്. ഞാനത് 1-2 തവണയൊക്കെ പാരായണം ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ നമുക്ക് പറ്റിയ ഒന്ന് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ അന്വേഷണം നിർത്തും. നമുക്ക് പിന്നെ വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ് ആവും. അങ്ങനെ ഞാൻ ഏതാണ്ട് ഒരു 2017 മുമ്പ് നിർത്തി, 14-15 കൂടിയൊക്കെ ഏതാണ്ട് നിർത്തി. സത്യം ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് 2017 ശേഷം പുസ്തകം തുറന്നിട്ടില്ല. ഇങ്ങനെ തുറന്നു പറയുന്നവരെ കാണാൻ വളരെ അപൂർവമാണ്. റെഫറൻസിന് വേണ്ടി അല്ലാതെ എന്തെങ്കിലും നോക്കാനും ഇപ്പം അങ്ങനെയൊക്കെ മുളദ്രവ്യങ്ങൾ അത് അങ്ങനെ നോക്കാമെന്നല്ലാതെ അല്ലാതെ ഒരു ആവശ്യത്തിനായിട്ട് എടുക്കാറില്ല. അല്ലെങ്കിൽ ഞാനീ പറഞ്ഞില്ലേ യോഗ വാസിഷ്ടത്തിൽ അങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്. എവിടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരിക്കുന്നത് ഞാനെന്തിനു പഠിക്കണം? എനിക്ക് അനുഭവം ഉണ്ടാവട്ടെ, ഞാൻ എൻ്റെ അനുഭൂതിയെ വിശ്വസിച്ചാൽ പോരെ. ഇതുവരെയുള്ള എൻ്റെ ഭൗതികമായ സംഭവം ഈ അനുഭൂതിയെ വിശ്വസിക്കലല്ലേ. പഞ്ചസാരയ്ക്ക് മധുരം ഉണ്ടെന്നും തീ തൊട്ടാൽ പൊള്ളുമെന്നും ഇലക്ട്രിസിറ്റി ഷോക്ക് അടിക്കുന്ന സാധനമാണെന്നും മനസ്സിലാക്കിയത് എപ്പോഴാണ്? അനുഭവിച്ചറിഞ്ഞ് പുസ്തകം വായിച്ചിട്ടാണോ? മനസ്സിലായി. പിന്നെ എന്തിനാണ് ഈ സകല അനുഭവങ്ങൾക്കും യോഗാനുഭവങ്ങൾക്കും പുസ്തകത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? എന്തിനാണ്? യോഗാനുഭവം ഉണ്ടായ ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് എഴുതി വച്ചിരിക്കുന്നതാണ്, ലോകോപകാരമാകട്ടെന്ന് കരുതി എഴുതിയിരിക്കുന്നതാണ്. അവരാരും പറഞ്ഞിട്ടില്ല ഇതുപോലെ തന്നെ ഉണ്ടായിക്കോണമെന്ന്. ഒരാളുടെ അനുഭവം വേറൊരാൾക്ക് അതുപോലെ ആവണമെന്നില്ല. ഞാൻ മറ്റൊരാളുടെ അനുഭവത്തെ സ്വാംശീകരിച്ച് വെച്ചിട്ട് എനിക്ക് അതേ അനുഭവം ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്നത്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഐസ്ക്രീം കയ്യിൽ പിടിച്ചിട്ട് ഇതൊരു ഐസ്ക്രീം അല്ലേ ഉള്ളൂ, ഇതിൻ്റെ ഒരു മരം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് മണ്ണി കുഴിച്ചിട്ട് വെള്ളമൊഴിച്ച കുട്ടിയുടെ കഥയായി പോവും. ഐസ്ക്രീം മരം ഉണ്ടാക്കി കിട്ടാനായിട്ടേ ഒരെണ്ണവും പോവും കയ്യിലുള്ള. അതുകൊണ്ട് ഞാൻ എനിക്ക് ഒരാളുടെ അനുഭവത്തെ നോക്കിയിരിക്കുകയാണ്, അനുഭൂതികളെ കാത്തിരിക്കുകയാണ്. വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടേണ്ട ഒരു സാധനം ഉണ്ടായിരുന്നു, അതെനിക്ക് കിട്ടി. എനിക്കുള്ളതാണെന്നും അതാണ് എൻ്റെയെന്നും എനിക്ക് മനസ്സിലാവാൻ കുറച്ച് കാലം കൂടെ പിടിച്ചു. പക്ഷേ അത് മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ നിർത്തി. മറ്റേ സിനിമയിൽ പറയുന്ന പോലെ അനുഗ്രഹം 5 രൂപയുടെ പാക്കറ്റിൽ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ പോയി ക്യൂ നിന്ന് വാങ്ങിക്കുന്ന പരിപാടി ഇപ്പം ഇല്ല.
അത് കൊടുത്തേക്ക്. ഞാൻ പറഞ്ഞേ, എനിക്ക് ലാസ്റ്റ് ക്വാളിറ്റി മോക്ഷം തന്നാൽ മതി. കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധനം ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ 3rd ക്വാളിറ്റിയോ അതിൻ്റെ 4th ക്വാളിറ്റിയോ അല്ലെങ്കിൽ പൂത്ത വെർഷനോ ബാക്കിയുള്ളത് മോശം. ബാക്കി ഫസ്റ്റ് ക്വാളിറ്റി കൊടുക്കുന്നവരും ആജ്ഞാചക്രം തുറന്നു കൊടുക്കുന്നവരും അവരും ആ വഴി പൊക്കോട്ടെ. എൻ്റെ തൽക്കാലം ഞാൻ ആരെ കൊണ്ടും തുറപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. തന്നെ തുറക്കുന്ന കാലത്ത് തുറന്നാൽ മതി. ഈ ജന്മത്തിൽ തുറന്നോണമെന്ന് എനിക്ക് നിർബന്ധമില്ല. അപ്പോൾ ഹനുമാൻ ഇതേ ചോദ്യത്തിൻ്റെ അവസാനം അതുകൊണ്ട് തന്നെ ഹനുമാൻ ചാലീസ ചൊല്ലാം. ആർക്കാണോ ഇത് വേണ്ടത്, ആർക്കാണോ ഇത് പറ്റിയത്, അവർക്കിത് പറ്റും. ഒരാൾക്ക് പറ്റി അതുകൊണ്ട് എനിക്കും പറ്റും എന്ന് വിചാരിക്കരുത്. തൻ്റെ വഴി വേറെ ആയിരിക്കും. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും ഒരേ അസുഖത്തിന് ഒരേ ഹോമിയോ മരുന്നല്ല കൊടുക്കുന്നു. അവരുടെ അവരുടെ അനുമാനം അവർ എടുക്കുന്നത്, നിങ്ങൾ ഇടതുവശം കൊണ്ടാണോ ചവയ്ക്കുന്നത്, ഇടത്തോട്ട് തിരിഞ്ഞാണോ കിടക്കുന്നത്, എഴുന്നേൽക്കുമ്പോൾ വലത്തോട്ടാണോ എഴുന്നേൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണോ അവർ ചിരിക്കുമ്പോൾ പല്ല് വെളി കാണുമോ ഒക്കെ ചോദിച്ചിട്ടാണല്ലോ അവർ മരുന്ന് തീരുമാനിക്കുന്നത്. പേഴ്സണലൈസ്ഡാണ് എന്ന് പറയുന്ന പോലെ വിദ്യയും പേഴ്സണലൈസ്ഡാണ്. നമ്മുടെ വാസനാബലമാണ്. അല്ലാതെ ഒരു പദ്ധതിയുണ്ട്, ആ പദ്ധതിയിലേക്ക് വരൂ, എല്ലാവർക്കും ഒരേ പദ്ധതി. അപ്പം എല്ലാവർക്കും 8 ഇഞ്ചിൻ്റെ ഷൂ, 1000 പേർക്ക് 8 ഇഞ്ചിൻ്റെ ഷൂ കൊടുത്തു, 500 പേർക്ക് 8 ഇഞ്ചൊക്കെ ഓക്കെ ആയിരിക്കും. ഓക്കെ ആയവർ സന്തോഷമായിട്ട് പോകും. അവരെ കണ്ടുകൊണ്ട് ബാക്കി 4 ഇഞ്ചുകാരനും 10 ഇഞ്ചുകാരനും ഇതിട്ട് കഷ്ടപ്പെടുകയാണ്. എന്നെങ്കിലും ഞങ്ങളുടെ 8 ഇഞ്ച് ഷൂ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. ഇവൻ്റെ കാല് 10 ഇഞ്ചാണ്. ഇവൻ ഇട്ട് അതിനകത്ത് ഞെരുങ്ങി കൂടി കഷ്ടപ്പെടുക കിടന്ന്. പ്രാണൻ അവിടെ കിടന്ന് വെപ്രാളപ്പെടുകയാണ് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഊരിക്കളയാൻ വേണ്ടിയിട്ട്. മറ്റവനാണെങ്കിൽ പേപ്പറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കുക ഈ 4 ഇഞ്ചുകാരൻ. അപ്പം യവന് ഇത് സ്യൂട്ടബിളായൊരു വിദ്യ അവൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, ഇതൊക്കെ വലിച്ചൊരു ഏറ് വെച്ച് കൊടുത്തിട്ട് അവൻ ആ വഴിക്ക് പോകും. മനസ്സിലായി. അതിനോടനുബന്ധമായിട്ട് ഞാൻ ചോദ്യം തന്നെ നമുക്ക് എല്ലായിടത്തും തന്ത്രത്തിലേക്ക് എത്തിക്കാം. ഇപ്പോൾ സുഖമില്ലാതെ കിടക്കുന്ന ഒരാൾ തന്ത്രം സ്ഥിരമായി ജപിക്കുന്ന ഒരാളാണ്. പലർക്കും ഈ സംശയം ഉണ്ടാകുന്നുണ്ട് ചോദിക്കുക, അവരവരുടെ ഗുരുക്കന്മാർ കൊടുക്കുന്നുണ്ടെങ്കിലും ചിലരൊക്കെ സ്ഥിരമായി ഗായത്രി ചൊല്ലുന്നവരോ അല്ലെങ്കിൽ സ്ഥിരമായി ലളിതാസഹസ്രം ചൊല്ലുന്നവരൊക്കെ ഉണ്ടാവും. ഒരു ദിവസം പനിയായിട്ട് അല്ലെങ്കിൽ സുഖമില്ലാതെ കിടന്നുപോയി, അപ്പോൾ ഇത് ചൊല്ലാൻ സാധിച്ചില്ല എന്ന് വ്യസനപ്പെടുന്നവരെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ വ്യസനം ഉണ്ടാകാനല്ലല്ലോ ജപം നടത്തുന്നത്. അപ്പോൾ അതുപോലെ പലരും സ്ത്രീകൾ ആർത്തവ സമയം വരുന്നത് കൊണ്ട് എനിക്കിത് പറ്റില്ല എന്ന് കരുതി വിളക്ക് കത്തിക്കാൻ പറ്റുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ അവിടെ വിളക്ക് 7 ദിവസം കത്താതിരിക്കുന്ന ഒരവസ്ഥ വരും. അപ്പോൾ ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ ശാക്തേയ പരമ്പരയിലെ തന്ത്രത്തിൽ ഇതിനെയൊക്കെ എങ്ങനെയാണ്, ഇതിൻ്റെയൊക്കെ നിയമങ്ങൾ എന്താണ്? ശുദ്ധാശുദ്ധങ്ങൾ മാത്രമല്ല ഇതിൻ്റെ നിയമം. ശുദ്ധാശുദ്ധങ്ങളല്ല ഇതിൻ്റെ നിയമം എന്ന് പറയുന്നത്. ബേസിക്കലി ശുദ്ധം ആർത്തവ സമയത്ത് കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്, ആർത്തവ സമയത്ത് കൊടുക്കാൻ പറ്റാത്തതുണ്ട്. ഇത് ആർത്തവത്തെ ആഘോഷമാക്കുന്ന നാടാണ് നമ്മുടെ നാട്. കാമാഖ്യ ക്ഷേത്രത്തിലെ അംബോബാച്ചി മേള എന്ന് പറയുന്നത് ഉത്സവമാക്കിയിരിക്കുകയാണ്. ചെങ്ങന്നൂർ ഭഗവതിയുടെ തൃപ്പൂത്ത് ആറാട്ടാണ്. അപ്പോൾ അവിടെയാണ് നിങ്ങൾ ഈ അശുദ്ധി ഉണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതെന്ന് പറയുന്നത്. ഇന്നിപ്പം ഈ അഭിനവ ചില ആളുകളുണ്ടല്ലോ, അവർ ക്ഷേത്രം എന്ന് പറയുന്നത് ഇത് അശുദ്ധമാണ് അതുകൊണ്ടാണ് അല്ല, അതിൻ്റേതായ കാരണമുണ്ട്. ക്ഷേത്ര പദ്ധതിയിൽ സത്വരജ തമോ മൂർത്തികൾ എല്ലാവരുടെയും പ്രസൻസ് ഉണ്ട്. ഒരു ദേവതയുടെ സാന്നിധ്യം ഉണ്ടായാൽ 64 കോടി പരിവാരങ്ങളുണ്ട്. സാത്വികം, രാജസം, താമസമായിട്ടുള്ള. താമസമായ മൂർത്തികൾ രക്തത്തിൽ സ്തംഭിപ്പിക്കാം. താന്ത്രിക ക്രിയകളിൽ രക്തത്തിൽ സ്തംഭിപ്പിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഗുരുതിയിൽ പ്രസാദിപ്പിക്കാൻ പറ്റുന്നത്. എല്ലാവർക്കും അല്ല ഗുരുതി. താമസ രാജസ മൂർത്തികൾക്ക് മാത്രമേ ഗുരുതി ആവശ്യമുള്ളൂ. സാത്വികമായ മൂർത്തികൾക്ക് നിവേദ്യം മാത്രമേ വേണ്ടൂ. രാജസമായ മൂർത്തികൾക്ക് നിവേദ്യവും ബലിയും വേണം. അകത്ത് ദേവിക്ക് നേദിക്കുകയുള്ളൂ, പുറത്ത് വാഹനത്തിന് നേദിക്കുകയും തൂവുകയും ചെയ്യും, ബലിയെടുക്കും. എന്നാൽ തമോ മൂർത്തികൾക്ക് മതിൽക്കപ്പുറത്തുള്ള ഗുരുതിയാണ്. എന്തുകൊണ്ടാണ് മതിൽക്കപ്പുറത്ത് ഗുരുതി? മതിൽക്കകത്ത് കയറ്റാൻ പറ്റാത്തതുകൊണ്ട്. ഭാവം മാറും. ഭാവമല്ല, അങ്ങോട്ട് ഇങ്ങോട്ട് വേണ്ട. പരിധി, മര്യാദ എന്നാണ് ക്ഷേത്രത്തിൻ്റെ ഭാഷ. അപ്പം ഓരോന്നിനും അതിൻ്റേതായ സ്പേസ് ഉണ്ട്. എല്ലാവരും അവരവരുടെ സ്പേസിലിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. ജനാധിപത്യം എല്ലായിടത്തും ഇല്ല.
ഉണ്ടോ? ഇല്ല. ഇപ്പം ഈ മുറി ജനാധിപത്യം ഉണ്ടോ? പബ്ലിക്കിന് ഇങ്ങോട്ട് കയറാമോ? ഇല്ല. പറ്റുമോ? ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉണ്ടോ? ഇല്ല. കോടതി ജനാധിപത്യം ഉണ്ടോ? ഇല്ല. ഒരു ജില്ലാ കളക്ടറുടെ മുറി ഉണ്ടോ? വേണ്ട. ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട് മുന്നോട്ട് പോയ ആൾക്കാരിരിക്കുന്ന നിയമസഭ കയറാവോ ചെന്ന്? ജനാധിപത്യം ഉണ്ടോ? പക്ഷെ ക്ഷേത്രത്തിൽ വേണം എന്ന് നിർബന്ധം പിടിക്കും. ക്ഷേത്രത്തിലാണ് ഇത് പറ്റില്ല. ക്ഷേത്ര പദ്ധതി മാത്രമേ അവിടെ പറ്റുള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോന്നിനും അതിൻ്റേതായ സ്പേസ് ഉണ്ട്. അവിടെ ഇത് സ്യൂട്ടാവുള്ളൂ. അല്ലാത്തടത്ത് സ്യൂട്ടാക്കാൻ നോക്കുന്നത് മണ്ടത്തരാണ്. വിവേകമുള്ള മനുഷ്യൻ ചെയ്യില്ല. നിങ്ങളോട് ആരും പറയുന്നില്ല ക്ഷേത്രത്തിലേക്ക് വരാൻ പറയുന്നുണ്ടോ? ഇല്ല. ഇതൊരു സംവിധാനമാണ്. ഇതിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ക്ഷേത്ര ആരാധന ചെയ്യുന്ന ആളുകൾ ഈശ്വരവിശ്വാസികളാണ്. എല്ലാ ഈശ്വരവിശ്വാസികളും ക്ഷേത്ര ആരാധന ചെയ്യണമെന്ന് നിർബന്ധമില്ല. ക്ഷേത്രവിശ്വാസികൾ ഈശ്വരവിശ്വാസികളും കൂടിയാണ്. പക്ഷേ എല്ലാ ഈശ്വരവിശ്വാസികളും ക്ഷേത്രവിശ്വാസികളല്ല. പിന്നെ ക്ഷേത്രവിശ്വാസികളിൽ ഒരു കുറഞ്ഞ പക്ഷം ഈശ്വരവിശ്വാസികളേ അല്ല. ഞാൻ മുമ്പും പറഞ്ഞു, നിരീശ്വരവാദിയായിട്ടുള്ള എം ഡി വാസുദേവൻ നായർ പരദേവതയെ വിശ്വസിക്കുന്ന ആളാണ്. ആ ഈശ്വരനൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഞങ്ങളുടെ കാവ്യ ഭഗവതി ഉണ്ടെന്നാണ് പറഞ്ഞത്. അവനവൻ്റെ അനുഭവമാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നിങ്ങൾ ഈ വിരാൾ രൂപിയായിട്ടുള്ള ഈ ബ്രഹ്മവും അല്ലെങ്കിൽ ദേവി ഭഗവതി ശിവനും ഞാനിതൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഞാനൊരു ആപത്തുണ്ടായ സമയത്ത് വിളിക്കുമ്പം സാന്നിധ്യമായ എൻ്റെ ഭഗവതിയെ ഞാൻ കണ്ടു. അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലെ യക്ഷിയമ്മയുടെ സാന്നിധ്യം ഞാൻ അറിഞ്ഞു, എൻ്റെ മുമ്പിൽ കണ്ടു. അല്ലെങ്കിൽ ഞങ്ങളുടെ ഗന്ധർവസ്വാമി ആ സമയത്ത് എന്നെ രക്ഷിച്ചു. ഇത് അവരിലുള്ള വിശ്വാസമാണ്, ആ മൂർത്തികളിലുള്ള വിശ്വാസമാണത്. അതിന് നിങ്ങൾ ക്ഷേത്രവിശ്വാസി ആയിരിക്കണമെന്നില്ല, നിങ്ങൾ ഈശ്വരവിശ്വാസി ആയിരിക്കണമെന്ന് പോലും നിർബന്ധമില്ല. ഈ പദ്ധതിയിലുള്ള ആളായിരിക്കണമെന്ന് പോലും ഇല്ല. സായിപ്പായിരിക്കും ചിലപ്പോൾ, ഈ പദ്ധതിയിലുള്ള ആളല്ലല്ലോ. പഴയ മറ്റേ ഇങ്ങേരുണ്ടായപ്പം സ്വാതിരുന്നാളുടെ ഗർഭശ്രീമാനാക്കിയത് അങ്ങനെയല്ലേ? ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, ഞാൻ ആൺകുട്ടിയാണെന്ന് എഴുതി കൊടുക്കുകയാണ്, ഭഗവാനെ തെറ്റിച്ച് കളയരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അയാൾ എന്തായി, ആ മൂർത്തിയിൽ വിശ്വസിക്കുകയാണ്. അയാൾ ഈ വിരാൾ രൂപിയായിട്ടുള്ള ബ്രഹ്മത്തിലൊന്നും അയാൾക്ക് വിശ്വാസമില്ല. അവിടെ ഇരിക്കുന്ന മൂർത്തിയിൽ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരാളുണ്ട്, എല്ലാവരും വിളിക്കുന്ന പത്മനാഭൻ അവിടെ ഉണ്ടെങ്കിൽ ഇതും കേൾക്കണം, ഇതും കേൾക്കും. അപ്പം കേൾക്കും, മൂർത്തി കേൾക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനെയും അതിൻ്റേതായ സ്ഥലത്ത് നിർത്താൻ നോക്കുക. ഒരു ആചാര പദ്ധതിയും മോശമല്ല. വാമാണെങ്കിലും കൗളമാണെങ്കിലും സമയമാണെങ്കിലും മിശ്രമാണെങ്കിലും ദക്ഷിണമാണെങ്കിലും ഒന്നും മോശമല്ല. നിങ്ങൾക്ക് വാമാചാര പദ്ധതിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കാമാഖ്യ പോയാൽ മതി. അപ്പോൾ നമ്മളുടെ മലയാളിക്ക് മാത്രം, അല്ലെങ്കിൽ മലയാളി കേരളത്തിന് ഏറ്റവും കൂടുതൽ പറയുന്നത് നാഗക്ഷേത്രം എന്നാണ്. കേരളത്തിൻ്റെ തന്നെ തനതായ ഒരു, മറ്റെങ്ങും നമ്മൾ അങ്ങനെ ആരാധന കണ്ടിട്ടില്ല. അത് നഷ്ടപ്പെടുത്തി കളഞ്ഞതിൻ്റെ ഫലം, അത് ഒരു പാരിസ്ഥിതികമായിട്ടാണ് കാവും കുളവും നശിപ്പിച്ചതിൻ്റെ ഫലം. കാവ് തീണ്ടിയാൽ കുലം കെട്ടുപോകുമെന്ന് പറഞ്ഞതൊക്കെ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സാധാരണക്കാരന് ഈ നാഗപ്രീതി വരുത്താൻ പറ്റുക? കാരണം നാഗം കുലം മുടിക്കുന്ന, നാഗശാപം കുലം മുടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നാഗങ്ങൾക്ക് തന്ത്രത്തിലുള്ള പ്രാധാന്യം എന്താണ്? തന്ത്രത്തിൽ എവിടെയും ഒരു നാഗങ്ങളുടെ സാന്നിധ്യം കാണാം. നമുക്ക് തന്ത്രത്തിൻ്റേതായിട്ടുള്ള സിംബോളിക്കൽ റെപ്രസെൻറ്റേഷനുകളിലും വരകളിലുമെല്ലാം സർപ്പത്തിൻ്റെ സാന്നിധ്യം, സർപ്പത്തിൻ്റെ രൂപം, ഇതെല്ലാം തന്നെ എവിടെയും ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ ദേവതകളുടെ കിരീടത്തിലോ ആഭരണത്തിലോ ഓഢ്യാണത്തിലോ പൂണൂലിലോ എവിടെയെങ്കിലും ഒരു സർപ്പമില്ലാതെ ഒരു ദേവതയും ഇല്ല. നാഗയജ്ഞോപവീതിന്യേ നമ എന്നൊക്കെ നമുക്ക് ഭദ്രകാളിയുടെ സഹസ്രനാമത്തിലും പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. ഗണപതിയുടെ വയറിലൊരു നാഗമുണ്ട്. മഹാദേവൻ്റെ അവിടെ സർവാംഗം നാഗമാണ്. വീരഭദ്രൻ ഇതുപോലെ തന്നെ നാഗഭൂഷിതനാണ്. അപ്പം സകല ദേവതകൾക്കും, മഹാവിഷ്ണു ആണെങ്കിലോ നാഗത്തിൻ്റെ മുകളിലാണ് ശയിക്കുന്നത്. എന്താണ് നാഗത്തിന് ഇത്ര വലിയ പ്രാധാന്യം വരാൻ കാരണം? റോ ഫോം ഓഫ് എനർജിയാണ്. പ്രത്യേകിച്ച് മൂർത്തികൽപ്പന ചെയ്യാത്ത കാലഘട്ടത്തിലെ ദേവതകളാണ്, പ്രാചീന ദേവതകളാണ്, ആദിമ ദേവതകളാണ്, അല്ലെങ്കിൽ നമുക്ക് മുൻപേ ഭൂമിയിലുണ്ടായിരുന്ന ദേവതാവർഗ്ഗങ്ങളാണ്. അവരിൽ ഭൂമി ഉപേക്ഷിച്ച് പോയെന്നും ഭൂമി ഉപേക്ഷിച്ച് പോയതിൽ ഏറ്റവും ഡൂക്കിലുകളെയാണ് നമ്മൾ ഇവിടുന്ന് പോകാൻ ശേഷിയില്ലാത്ത ആളുകളെയാണ് നമ്മളിപ്പോൾ രാജവമ്പാലം മുതൽ മണ്ണൂലിപ്പമ്പ് വരെ കാണുന്നതെന്നും പറയുന്നവരുണ്ട്. മറ്റുള്ള ഒരു അദൃശ്യ സാന്നിധ്യത്തിലൂടെ ഉണ്ടെന്നും. എന്തായാലും ശരീരത്തുമായിട്ട് ബന്ധപ്പെട്ട് യഥാ ബ്രഹ്മാണ്ട തഥാ പിണ്ടാണ്ട എന്നാണല്ലോ. നമ്മൾ ബ്രഹ്മാണ്ടത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം പിണ്ടാണ്ടത്തെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ദേഹത്തെ നാഡീവ്യവസ്ഥയാണ്
പ്രപഞ്ചത്തിൻ്റെ നാഡീവ്യവസ്ഥ തന്നെയാണ് ദേഹത്തിൻ്റെ നാഡീവ്യവസ്ഥ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇടാപിങ്ങള നാഡികളാണ് നാഗരാജാവും നാഗേഷി. മറ്റുള്ള നാഗങ്ങളെല്ലാം തന്നെയും നമ്മുടെ 14 മെറിഡിയനുകളും അതിൻ്റെ സബ് മെറിഡിയനുകളും നാഡികളും ഒക്കെ തന്നെയാണ്. അപ്പം ദേഹത്തേക്ക് ഊർജ്ജത്തിൻ്റെ ചംക്രമണത്തെ എങ്ങനെയാണോ ഇവർ നിയന്ത്രിക്കുന്നത്, അതുപോലെ പ്രപഞ്ചത്തിൻ്റെ ചംക്രമണ വ്യവസ്ഥയെ, ഊർജ്ജത്തിൻ്റെ ചംക്രമണ വ്യവസ്ഥയെ ഇവർ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് കുലം നശിക്കാൻ കാരണം? കുലങ്ങളെല്ലാം തന്നെയും ട്രാൻസ്ഫർ ചെയ്ത് വരുന്നത് നമ്മുടെ DNA വഴിയാണ്. അച്ഛൻ്റെയോ അമ്മയുടെയോ അമ്മാവൻ്റെയോ ഒരു സ്വരൂപത്തിലാണല്ലോ ഓരോ മക്കളും, അല്ലെങ്കിൽ അതിൻ്റെ 2 തലമുറ മുമ്പാണല്ലോ എങ്ങനെയാണ് വരുന്നത്? ഇതിങ്ങനെ ട്രാൻസ്ഫറായി വരികയാണ്. അത്തരത്തിൽ പരദേവതയും കുലദേവതയുമായ നാഗങ്ങൾ ഈ പരമ്പരയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ പരിഗണിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. മുന്നോട്ട് പോകാനുള്ള വഴിയില്ല. കാവെല്ലാം പൊളിച്ച് കക്കൂസാക്കി, കാവിൻ്റെ കുളം മുഴുവൻ മൂടി, മണ്ണിട്ട് മൂടി വീട് വെച്ചു. ഇനി എന്തു ചെയ്യും? ഉത്തമത്തിലും അധമത്തിലും മധ്യമത്തിലുമായിട്ട് ആചരിച്ചിരുന്ന കാവുകളുണ്ട്. ഈ ഉത്തമം എന്ന് കേൾക്കുമ്പോൾ എന്തോ ശ്രേഷ്ഠമാണെന്നും അധമം എന്ന് പറഞ്ഞാൽ മോശമാണെന്നും അല്ല എൻ്റെ അർത്ഥം. കൊടുക്കുന്ന ഉപചാരങ്ങളുടെ എണ്ണമാണ് വിഷയം. 16 മുകളിൽ ഉപചാരങ്ങളെ കൊടുത്തിരുന്ന ഇതെല്ലാം ഉത്തമവും, 16നും 5നും ഇടയ്ക്ക് മധ്യമവും, 5ൽ താഴെ അധമവുമായിട്ട് കണക്കാക്കിയിരുന്നു എന്ന് വെച്ചാൽ ഉപചാരങ്ങളുടെ എണ്ണത്തിൽ, ആരാധനയിലല്ല. ഏതാണോ ആ പദ്ധതി ഉണ്ടായിരുന്നത് അത് തന്നെ തിരിച്ചാചരിക്കണം നമ്മുടെ ഓരോ കാവുകളിലും. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലായിടത്തും കുടിവെച്ച് സർപ്പോലി നടത്തിയാലൊന്നും പോരാതെ വരും. പാട്ട് നടത്തേണ്ടടുത്ത് പാട്ട് തന്നെ നടത്തണം. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വീടുകളുടെ എണ്ണം വസ്തുക്കളെല്ലാം പിരിഞ്ഞു പോയി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ അതിനെ അതിനൊരു ഗുണം വെച്ചാൽ മൂർത്തികൽപ്പന ഇല്ലാത്തതുകൊണ്ട് തന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു കാവിന് പകരം ഒരു കാവ് മതി. സ്ഥലത്ത് തന്നെ വേണമെന്നില്ല. ഇല്ല, വേറൊരു സ്ഥലത്ത് ഇപ്പം കേശവന് ഭൂമിയുണ്ട്, ശങ്കരന് പൈസ ഉണ്ട്, 2 പേരുടെയും കാവ് പോയി. 2 പേരുടെയും കൂടെ കാവ് കേശവൻ്റെ പറമ്പിൽ വയ്ക്കാം. ശങ്കരൻ അവിടെ പോയി തൊഴേണ്ടി വരും. ശങ്കരൻ്റെ പൈസയ്ക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ ശങ്കരൻ്റെ നാഗങ്ങൾക്ക് അവിടെ റോളില്ലാണ്ടായി പോകും. മനസ്സിലായി. അത് അല്ലാതെ ഈ ആവാഹിച്ച് പുറ്റിലും മുട്ടയിലും 1.5 ഏക്കറിലിരുന്ന സർപ്പങ്ങളെ 1.5 ഇഞ്ചുള്ള പുറ്റിലും മുട്ടയിലേക്കും ആവാഹിച്ച് ഏതെങ്കിലും സ്ഥലത്തേക്ക് കൊടുത്തു വിട്ടിട്ട് അവിടുത്തെ അടിയാളന്മാരായിട്ട് ഇവരവിടെ ഇരുന്നോളൂ എന്ന് വിചാരിക്കരുത്. ശപിച്ചിട്ടേ പോവല്ലേ? കുലം മുടിച്ചിട്ടേ അവർ പോകത്തുള്ളൂ. പോവില്ല. ഗമ എന്നാണ് നാഗം. അങ്ങനെയൊന്നും പോവില്ല. അത് ഇനി പോയാൽ തന്നെ ഈ ജാതകത്തിൽ സർപ്പദോഷമുള്ള ആളാണ് ഞാൻ. അതെനിക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ സർപ്പസൂക്തം ഈ ജപിക്കൽ, പഞ്ചാക്ഷരി ജപിക്കലൊക്കെ ഞാൻ എൻ്റെ നിത്യകർമ്മത്തിൽ പെടുത്തി. നിത്യകർമ്മം ചെയ്ത് തുടങ്ങാനുള്ള പ്രായമായപ്പം, അല്ലെങ്കിൽ ആ വെളിവ് വന്നപ്പോൾ മുതൽ അതിന് പറഞ്ഞു തരാനായിട്ട് അന്ന് ഗുരു ഉണ്ടായിരുന്നു. നമുക്ക് ചെയ്യാൻ ഇങ്ങനൊരു കുഴപ്പം നിനക്കുണ്ട്, നീ ഇത് ചെയ്യ്, എല്ലാ വിവാഹവും നടക്കില്ല, നിനക്ക് കുട്ടികളും ഉണ്ടാവില്ല, നിൻ്റെ കുലവും മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് പരിഹരിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ട് എന്തായി എന്ന് വെച്ചാൽ അവരെന്നെ അനുഗ്രഹിച്ചു. ഒരാൾ മതി അതിനകത്ത്. ഈ അനന്തൻ വാസുകി ശേഷൻ ഇങ്ങനെ പോകുന്ന അതിനകത്ത് ഒരാൾ പ്രീതിപ്പെട്ടാൽ, ഒറ്റയാൾ നിങ്ങൾ പ്രീതിപ്പെട്ടാൽ ഈ മുഴുവൻ സർപ്പസഞ്ചയം പ്രീതിപ്പെടും. ഒരാൾ നിങ്ങളുമായിട്ട് ബന്ധമായാൽ ഇവരെ പ്രതിഷ്ഠിക്കാനും പുനഃപ്രതിഷ്ഠിക്കാനും എടുത്തു മാറ്റാനും അങ്ങോട്ട് വയ്ക്കാനും ഇങ്ങോട്ട് വയ്ക്കാനും ഒക്കെ പറ്റും. ഇതായില്ലേ, നിങ്ങൾ എന്ത് സർപ്പോലി നടത്തിയാലും ഇത് പ്രസാദിക്കില്ല. അവിടെ നമ്മൾ ഈ മാനസപൂജയ്ക്ക് എത്രത്തോളം ശക്തി ഉണ്ടാവും? അതോ ഈ എല്ലാത്തിനും മനസ്സാണല്ലോ. അല്ല, അവിടെ മാനസികമായിട്ട് ഇപ്പോൾ എനിക്കിപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ സർപ്പബലിയോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. അപ്പോൾ ഈ മാനസപൂജ കൊണ്ട് പ്രീതിപ്പെടുമോ നാഗങ്ങൾ? അതോ അവർക്ക് അതിൻ്റേതായ ആചരണങ്ങൾ നിർബന്ധമാണോ? ചെറിയ രീതിക്കെങ്കിലും ആചരണം വേണം. ചെറിയ രീതിക്കെങ്കിലും ആചരണം വേണം. കാവുകളിൽ 100 പാല് നടത്തിക്കണം, 100 പാല് നടത്തണം. അവനവൻ ഈ നാഗപഞ്ചമി പോലുള്ള ദിവസങ്ങളിലൊക്കെ ഉപവസിക്കുക, പഞ്ചാക്ഷരി ജപിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേയൊക്കെ മാറ്റം. പൂജാമുറിയിൽ വയ്ക്കാമോ? പതിവില്ല സാധാരണ. റോ എനർജിയാണ്, താങ്ങി നിർത്താൻ പാടാണ്. മൂർത്തികൽപ്പനയാണെങ്കിൽ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. നമുക്ക് ഒരു കദളിപ്പഴം കാണിച്ച് നമുക്ക് വളയ്ക്കാം, ഇത് വളയില്ല. രാജാവാണ്. അങ്ങോട്ടും എന്താണെന്ന് പിടികിട്ടില്ലെന്ന്. അപ്പം 210 വോൾട്ട് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം. ഷോക്ക് അടിക്കും, ആളെയത്ത് പോവും. പക്ഷെ നമ്മളെല്ലാവരും വീട്ടിലില്ല ഈ സാധനം. അത് 11 kV ആക്കിയാലുള്ള അവസ്ഥ എന്താണ്? അതാണ് നാഗങ്ങളുടെ. നമുക്ക് ഈ നാഗങ്ങളെ പറ്റി പറയുമ്പോൾ പെട്ടെന്നൊരു മനസ്സിൽ വന്നൊരു ചിത്രമാണ് ഛിന്നമസ്തയുടേത്. വളരെ
ശ്രീവിദ്യയാണ് എന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ള 9 വളരെ ഭീതിതമാണ് ചിന്നമസ്ത എന്ന് ആ പേര് തന്നെ. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള കഥ വളരെ സ്നേഹമയമാണ്. എന്നാൽ പോലും അത് കാണുന്നവർക്ക് ഈ ശ്രീവിദ്യയായിട്ട് ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നു പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് തോന്നുന്നു അത് ടിബറ്റിലാണ് കൂടുതലും ചിന്നമസ്തയുടെ പൂജകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ചിന്നമസ്ത എന്താണ്? അതിൻ്റെ രേണുക ഭഗവതി, രേണുക ശബരി, രേണുകയില്ലേ പരശുരാമൻ്റെ അമ്മ. പരശുരാമൻ വെട്ടി. ആരെ വെട്ടി? അമ്മയെ വെട്ടി. ആരെ തൃപ്തിപ്പെടുത്താൻ? അച്ഛനെയും അച്ഛൻ്റെ ആഗ്രഹം കണ്ടുനിന്ന ലോകത്തെയും അദ്ദേഹത്തിൻ്റെ ധർമ്മത്തെ പാലിക്കാൻ വേണം. എന്തുകൊണ്ട് വെട്ടി? ശക്തി ഉപയോഗിച്ച് തന്നെ. ആരെ വെട്ടി? ശക്തിയെ തന്നെ. തൃപ്തിപ്പെട്ടതാരാണ്? പ്രപഞ്ചം. അത്രേ ഉള്ളൂ. ഞാൻ എന്നെ തന്നെ ബലി ചെയ്ത് ഞാനെന്ന അവസ്ഥയെ ബലി കൊടുത്തു. എനിക്ക് അതുവരെ വിടുവേല ചെയ്തിരുന്നവർ മുഴുവനും അതോട് തൃപ്തിപ്പെടുകയാണ്. ഞാൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ ഈഗോ, ഇതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലോകം എന്ത് സുന്ദരമെന്നറിയോ? നിങ്ങളുടെ ഈ ഞാൻ എന്ന് പറയുന്ന സാധനം നിങ്ങളിൽ നിന്ന് പോയാൽ നിങ്ങളുടെ കുടുംബം നന്നായി. ഇപ്പോൾ ചോദിക്കും നിങ്ങൾ നന്നായോ എന്ന് ചോദിക്കും. എനിക്ക് ഈ ഞാൻ എന്ന് പറയുന്ന സാധനം വലിയ പ്രശ്നമാണ്. ഞാനിതിനെ ഒതുക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലോ, 2ാം ക്ലാസ്സുകാരൻ 1ാം ക്ലാസ്സുകാരൻ ട്യൂഷൻ എടുക്കുന്ന പണിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. മനസ്സിലായി. ഇതുവരെ 2ാം ക്ലാസ്സുകാരനെ എടുക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് എക്സൈറ്റഡ് ആയിട്ട് തോന്നുന്നത്. ഇതുവരെ നിങ്ങളെ നഴ്സറിക്കാരനാണ് പഠിപ്പിച്ചതെന്ന് വിചാരിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. ഇത് ചിന്നമസ്തയുടെ രൂപം തന്നെ എങ്ങനെയാണുള്ളത്? തന്ത്രത്തെ ഞാൻ പറഞ്ഞു, തന്ത്രം ചിത്രീകരിക്കുന്നത് വളരെ ഇത് ആന്തരികമായി ഗ്രഹിക്കേണ്ടവൻ ഗ്രഹിച്ചാൽ മതി എന്നുള്ള തത്വത്തിലാണ് തന്ത്രം പലതിനെ സമീപിക്കുന്നത്. ഇത് ഓപ്പണാക്കി അങ്ങ് വെച്ചു. ഇതിന് വിലയുണ്ടോ? ഇല്ല. ആൾക്കാരെ തെറ്റിദ്ധരിക്കുകയും ചെയ്യും. ഈ എന്തിനും ഒരു മിനിസ്കട്ട് അപ്രോച്ച് എന്ന് പറയും. മിനിസ്കട്ടാണെങ്കിൽ നോക്കും, ഓപ്പണാണ് നോക്കൂല അല്ലേ? അതെ. അപ്പം ആ ക്യൂരിയോസിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാനും ഇതെന്താണെന്ന് അറിയാൻ ആഗ്രഹമുള്ളവൻ വരട്ടെ. അത്രയ്ക്ക് വീര്യം വേണം. തന്ത്രത്തെ സമീപിക്കുന്നവൻ കെൽപ്പുള്ളവനായിരിക്കണം. ഇത് കണ്ട് ഭയപ്പെട്ടു പോകും. വീരാരാധ്യാണ്. വീരന്മാർ ആരാധിക്കേണ്ടവളാണ്, പശുക്കളല്ല. പശു പാശവിമോചിനിയാണ്. പശുലോക ഭയങ്കരിയും കൂടിയാണ്. പശുലോകത്ത് വ്യവഹരിക്കുന്നവൻ്റെ ഭയത്തെ ഹരിക്കണം. പശുപാശം എന്ന് പറയുന്നതിനെ പൊട്ടിച്ചിട്ട് വീരോപാസനയെ കൊണ്ടുവരണം. അത് രണ്ടും ചെയ്യും. പക്ഷെ നിങ്ങളൊരു സ്റ്റെപ്പ് മുമ്പോട്ട് വയ്ക്കണം. നമ്മളായിട്ട് ഒരു തുടക്കം ഇടുക. ഏത് മൂർത്തി ആയിക്കോട്ടെ, എല്ലാം ശ്രീവിദ്യ തന്നെയാണ്. എല്ലാം വിദ്യ തന്നെയാണ്. വിദ്യ അല്ലാത്ത ഒന്നും ലോകത്തില്ല. അല്ല, ഇതൊരു പദ്ധതി എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു വഴി, ഇങ്ങനൊരു, ഇപ്പം ഇവിടുന്ന് വൈക്കം വരെ പോകാൻ ഇങ്ങനൊരു വഴി എന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ അല്ലാതെ വഴിയില്ലേ? വൈക്കത്തല്ല ചെല്ലുന്നതെന്ന് പറയാൻ പറ്റുമോ? മനസ്സിലായി. അവരവർക്ക് യോജിച്ച വഴി തിരഞ്ഞെടുക്കുക. അത്രേ ഉള്ളൂ. നീ ബോട്ടേ പോകുന്നവൻ ബോട്ടേ പോവും, ഹെലികോപ്റ്റർ ഉള്ളവൻ അങ്ങനെ പോവും, ഇനി അതല്ലാതെ നടന്നു പോകുന്നവൻ അങ്ങനെയും പോവും. കാറ് വാങ്ങിക്കാൻ മുജ്ജന്മ കർമ്മമുള്ളവൻ പോകണം. അവൻ പോകുന്നവനോട് ഞാൻ പിന്നെ അതിൻ്റെ പുറകെ ഓടിയേക്കാന്ന് വിചാരിച്ചാൽ നടക്കില്ല. മനസ്സിലായി. ഒരു സാധാരണ കുടുംബസ്ഥന് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് എന്തൊക്കെയാണ് ആചരിച്ചു പോകാൻ, അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അവന് ഉയർന്ന തലങ്ങളിലേക്ക് എത്താനും എന്തൊക്കെ ഏറ്റവും ലളിതമായിട്ട് എന്തൊക്കെ ആചരിച്ചു പോകാം എന്നുകൂടി പറഞ്ഞ് നമുക്കിത് ഉപസംഹരിക്കാം. ദേവഋഷി പിതൃക്കളോടുള്ള കടപ്പാട് പരിഹരിക്കണം. ആ പരിഹാരത്തിന് നമ്മൾ വെറുതെ ഒരു തർപ്പണം ചെയ്യലല്ല, ശരിക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യണം. തർപ്പണം ഈ തർപ്പണം ദിവസമുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. കയ്യിൽ വെള്ളം എടുത്ത് പിടിച്ച് ദേവാനാം തർപ്പയാമി അല്ലെങ്കിൽ ഋഷിം തർപ്പയാമി എന്നൊക്കെ നമ്മൾ തർപ്പിക്കുന്നത് ഈ ദേവ ഋഷി പിതൃക്കളോട് നമുക്ക് കടപ്പാടുണ്ടെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കണം. ഇല്ലേ? സകലതും അതിൽപ്പെട്ടതാണ്. ഇപ്പം ഈ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ച് തന്ന ആള് പേരെന്താ? മൈക്കിൾ ഫാരഡെയോ? ഋഷിയല്ലേ? അതെ. വിദ്യ കൊടുക്കുന്നവരൊക്കെ ഋഷിയല്ലേ?
നമ്മൾ ഈ പറയുന്ന സകല സംവിധാനങ്ങളും ഉണ്ടാക്കി തന്നവരോട് നമുക്ക് കടപ്പാടില്ലേ? അതിന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? തന്നതിനെ സംരക്ഷിക്കുന്നുണ്ടോ? ഒരു വഴി. ദേവന്മാരോടോ, നിങ്ങളെ ഈ കുലത്തെ നിലനിർത്തിയ കുലദേവതകളോട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ കടപ്പാട്? അത് ചെയ്യണം. ഇതേ സാധനം പിതൃക്കളോടുണ്ട്. ഈ സ്മരണ ഉണ്ടാവണം എന്നും. പിന്നെ ലീവ് ആൻഡ് ലെറ്റ് ലീവ്. ഒരാൾക്ക് ഒരാളുടെ ധർമ്മം, മറ്റേ ആൾക്ക് മറ്റേ ആളുടെ ധർമ്മം. ജീവിക്കുക, മറ്റുള്ളവരെ ജീവിക്കാനും വിട്ടേക്കുക. നമ്മുടെ പണി അവരെ ഇംപ്ലിമെൻ്റ് ചെയ്ത് അവരെ കൊണ്ട് ഇമ്പോസ് ചെയ്ത് ചെയ്യിക്കാതിരിക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാവുന്നതൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെ ഈ കിളികളൊക്കെ പോകുന്ന കണ്ടിട്ടില്ലേ? ഇവർ ജീവിക്കുന്ന പോലെ അങ്ങ് ജീവിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ ഇതിനകത്ത്. തന്നെ ലോകമൊക്കെ തന്നെ ശരിയായിക്കോളും. ഇതിന് പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പശുവിൻ്റെ മുതൽ ആനയുടെ വരെ ധർമ്മം ചെയ്യും. മനുഷ്യനാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ എവിടെയെങ്കിലും വരുമ്പോഴാണ് നമ്മൾ ഇന്ന് മനുഷ്യൻ്റെ ധർമ്മം ചെയ്യേണ്ട ദിവസമാണ്. അങ്ങനെയാണ് ലോക പരിസ്ഥിതി ദിനം, മറ്റേ ദിനം, മറിച്ച ദിനം എല്ലാം ഉണ്ടായി വരുന്നത്. ദിനങ്ങൾ വേണം ഇപ്പോൾ ഓർമ്മിക്കാൻ, ധർമ്മം ഓർമ്മിക്കാൻ. മാതൃദിനം. എന്തോന്ന് മാതൃദിനം? ഓരോ ദിവസവും മാതൃദിനമല്ലേ? അതെ. ആണോ? ആ സങ്കല്പം വിട്ടുപോയതാണ് നമ്മളുടെയൊക്കെ ഒരു പരാജയവും. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് പോയടത്ത് പറഞ്ഞു കൊടുത്താൽ മതി. അതെ, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഈ ദേവഋഷി പിതൃക്കളോടുള്ള കടപ്പാട് ഏത് മതത്തിലാണെങ്കിലും ജാതിയിലാണെങ്കിലും ഏത് കുലത്തിലാണെങ്കിലും ഗോത്രത്തിലാണെങ്കിലും ഉണ്ട്. ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം യുക്തിവാദികൾ ചോദിച്ചിട്ടുണ്ട്, ആരോടെന്ത് കടപ്പാട്? ഈ യുക്തിവാദം എവിടെ നിന്നുണ്ടായി? നിന്നെ യുക്തിവാദിയാക്കിയ ഒരു യുക്തിവാദി വേറെ ഉണ്ടല്ലോ. അതൊരു വിദ്യയാണല്ലോ. അതിന് മുകളിലൊരു യുക്തിവാദി ഉണ്ടല്ലോ. അവരോട് അത് പോവില്ലേ പരമ്പരയായിട്ട്? അത് പരമ്പരയാണെന്ന്. ഈ പരമ്പരയുടെ അറ്റം നോക്കി അത് ശിവനിലായിരിക്കും. ചാർവാകനിൽ പോയി നിൽക്കും. ആ അറ്റം നോക്കുമ്പം ദൈവം ഇതായിരുന്നു എന്ന് വിചാരിക്കും. പുറകിലോട്ട് പോകുമ്പോൾ എന്തിന് സ്പേസ് ഉണ്ട് ഇവിടെ? എന്തിന് സ്പേസ് ഉണ്ട്? ഭക്തി മുതൽ വിരക്തി വരെയുള്ള, യുക്തി വരെയുള്ള സകല സാധനത്തിനും ഇവിടെ സ്പേസ് ഉണ്ട്. ഇത്ര ഇവിടെ ആവശ്യമുള്ളൂ. ഇത് ചെയ്യുക, പരദേവതാ സ്മരണ ചെയ്യുക. എല്ലാവരെയും ഈ പറഞ്ഞ പോലെ സാധാരണ കുട്ടികളെയൊക്കെ ഒന്ന് നാമം ചൊല്ലാനൊക്കെ പഠിപ്പിക്കുക, ഹരിനാമകീർത്തനം പഠിപ്പിക്കുക, അക്ഷരം പഠിപ്പിക്കുക. ഒറ്റൊരുത്തിന് അക്ഷരം അറിയില്ല. A+ മേടിച്ച് പാസ്സാവുന്നുണ്ട്. മലയാള അക്ഷരം അറിയില്ല. മലയാള അക്ഷരം അറിയില്ല. കായ്ക്ക ങ, ചായ്ച്ച ഞാ. അപ്പോൾ ഇതൊന്ന് എഴുതിക്കേ. അത് എഴുതി കാണിച്ചു. ഞാൻ ഇത് കാ ഖ ഗ ഖ ങ എന്നാണ് എഴുതിയിരിക്കുന്നത്. കായ്ക്ക ങ എന്ന് എഴുതണമെങ്കിൽ കാ ഈ ഇക്ക അങ്ങനെ എഴുതണം. അത് ഞങ്ങളെങ്ങനെയാണ് പഠിപ്പിച്ചത്? ആ പഠിപ്പിക്കുന്നോ നിർത്തണം പഠിപ്പിക്കൽ. കാരണം ഈ അക്ഷരം മുഴുവൻ ദേവതകളാണ്. ദേവിയെ വിളിക്കുന്നതിന് 51 അക്ഷരാളി എന്നാണല്ലോ. 51 50 ലായും ഒന്നാണെന്നുള്ള അർത്ഥത്തിൽ നമ്മൾ 50 പറയുന്നു. മനസ്സിലായി. ലായും രണ്ടായിട്ട് എടുത്താലും പോരായൊന്നുമില്ല. ഇപ്പം 56 വരെ ആയെന്ന് തോന്നുന്നു മലയാളത്തിൽ. ഇപ്പം 56 ഉണ്ട്. എന്തോ 50 സംസ്കൃത അക്ഷരങ്ങളെ നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. അതെ. അപ്പം എന്തായാലും അക്ഷരം വൃത്തിയായിട്ട് പറയാൻ പഠിക്കുക, അക്ഷരങ്ങൾക്ക് ഉച്ചാരണം കൃത്യമാക്കി കൊടുക്കുക. ഇതൊക്കെ വീട്ടുകാർ ചെയ്തു കൊടുക്കേണ്ടതാണ്. ഇതെല്ലാം സ്കൂളിൽ നിന്ന് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പം എൻ്റെയൊക്കെ ആണെങ്കിൽ ഞങ്ങളെ സമയത്ത് പിന്നെ ആശാനൊക്കെ ഉണ്ടെന്ന് തല്ലി പഠിപ്പിക്കുന്ന കാലമൊക്കെയാണ്. അന്നൊക്കെ ഇത്രയും അങ്ങ് പോയിട്ടില്ല. അന്നത്തെ മാഷന്മാർക്കും ഒക്കെ നിർബന്ധമുണ്ട്. ഫിസിക്സിന് അക്ഷരത്തിട്ടുണ്ടെ മാർക്ക് കുറയ്ക്കുന്ന സമയമാണ്. അക്ഷരങ്ങൾ നിർബന്ധം. ഇതിപ്പം മലയാളത്തിന് പോലും മാർക്ക് കുറയ്ക്കില്ല. അക്ഷരം പോയാൽ പോയില്ല എല്ലാം. ഇപ്പം അക്ഷരങ്ങൾ വേണ്ടല്ലോ, മറ്റേ അക്ഷരങ്ങളെ ആശയം വന്നാൽ മതി. അതെ, അക്ഷരങ്ങൾ മാറുന്നതനുസരിച്ച് ഭാഷ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു, നമ്മളുടെ അറിവുകളുടെ അനുസരിച്ച് ഭാഷയെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഭാഷയിൽ പാശയാണ് പറയുന്നത്. ഭാഷ. ഈ മ്ലേച്ഛൻ എന്നുള്ള പദം വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഭാഷയെ കൃത്യമായി ഉച്ചരിക്കാൻ അറിയാത്തവനെ വിളിക്കുന്ന പേരാണ് മ്ലേച്ഛൻ. ഇപ്പോഴും നിങ്ങൾ മ്ലേച്ഛൻ എന്നുള്ള പദത്തെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ അർത്ഥം കിട്ടും. ഈ ഫ്രഞ്ചുകാർ ഇംഗ്ലീഷുകാരൊക്കെ വന്ന സമയത്ത് ഇവിടുത്തെ പദങ്ങൾ കൃത്യമായിട്ട് ഉച്ചരിക്കാൻ പറ്റാതെ കഷ്ടപ്പെടുമല്ലോ. അപ്പോൾ അവരെ ചേർത്ത് വിളിച്ചിരുന്ന പേരാണ് മ്ലേച്ഛന്മാർ.
ഇപ്പോൾ പഴശ്ശിരാജയൊക്കെ മ്ലേച്ഛ എന്നെ തുടരുതെന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്ന ഇവനെ ഉദ്ദേശിക്കുന്നു. ഈ അർത്ഥത്തിൽ തന്നെ അത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ ഭാഷ ഉച്ചരിക്കാൻ അറിയാത്തവനെ വെറും മ്ലേച്ഛനായിട്ട് കണ്ടിരുന്ന കാലമുണ്ട് നമുക്ക്. അക്ഷരങ്ങൾക്ക് അത്ര പ്രാധാന്യം കൊടുത്തിരുന്നു. അക്ഷരം പഠിപ്പിച്ചിരുന്ന ആശാന്മാർക്ക് വലിയ ബഹുമാനം കൊടുത്തിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. ഈ എഴുത്തച്ഛൻ എന്നുള്ള വാക്ക് വരാൻ കാരണം തന്നെ എഴുത്ത് പഠിപ്പിക്കുന്ന അച്ഛൻ, പിതാവിൻ്റെ സ്ഥാനമാണ്. തല്ലി പഠിപ്പിക്കും, ഉച്ചാരണം തെറ്റി അടിക്കും. ശാസനം കൊണ്ടാണ് ഇത് പഠിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടല്ല ആദ്യം പഠിക്കുന്നത്, പിന്നീടാണ് ഇഷ്ടം വരുന്നത്. രുചി അറിയുമ്പോഴാണ് അതിന് ഇഷ്ടം കൂടുന്നത്. പല സാധനത്തിൻ്റെയും പേര് പോലും അറിയാമല്ല പറയാൻ. ഞാൻ ഞെട്ടിയിട്ടുണ്ട്. പൂജ പഠിക്കാൻ വന്ന കുട്ടികൾ ആദ്യം വിചാരിച്ചു 1-2 കുട്ടികൾ ഇവൻ പഠിക്കാത്തതെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാം വന്നപ്പോൾ എല്ലാം ഒരുപോലെയാണ്. ബിഭ്രദ്ധോർബി കുടാരം എന്നൊരു വാക്ക്, ബിഭ്രദ്ധോർബി കുഠാരം പറ്റില്ല, ചെറുതാക്കി തരാനാണ് പറയുന്നത്. അവർക്ക് ഇംഗ്ലീഷിൻ്റെ കൂട്ട് ഇത്ര അക്ഷരങ്ങൾ ആവശ്യമില്ലല്ലോ. ഡായും ഠായും ഒന്നും വലിയ ഇല്ല. തമിഴിലുള്ളതുപോലെ എല്ലാത്തിനും ബേക്കറി ഒറ്റ അക്ഷരം കൊണ്ട് കാര്യം കഴിയുമെങ്കിൽ പിന്നെ കഷ്ടപ്പെടേണ്ട കാര്യം. തമിഴ് പക്ഷെ കുറേ കൂടി സംസ്കൃതം പോലെ പോലും അല്ല, അതിനേക്കാളും ഡെപ്തുള്ള, അവരതുകൊണ്ട് എല്ലാം മാനേജ് ചെയ്യുന്നുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല പഴമ നല്ല അൻപുള്ള ഭാഷയാണ് മലയാളം. ഇതിൻ്റെ രണ്ടിൻ്റെ അതിൻ്റെ ഒരു സ്നേഹവും സംസ്കൃതത്തിൻ്റെ ശുദ്ധിയും കൂടെ ചേർത്ത് ഉണ്ടാക്കിയെടുത്തു എന്നാണ്. എന്തായാലും മലയാളം കുറച്ചുകൂടി മലയാളം നല്ലൊരു ഭാഷയാണ്. സംസ്കൃതം പഠിക്കാനാണെങ്കിലും തമിഴ് പഠിക്കാനാണെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാനാണെങ്കിലും മലയാളം പഠിച്ചാൽ എളുപ്പമുണ്ട്. പക്ഷേ മലയാളം വൃത്തിയായിട്ട് പഠിക്കുന്നില്ല. അക്ഷരം അറിഞ്ഞൂടാ. കായ്ക്കങ്ങ ചായച്ച ഞാൻ. അത് പലപ്പോഴും പല അധ്യാപകരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഇച്ഛ എന്ന് പറയുന്നത് അല്ല. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പല വാക്കിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം കുറഞ്ഞു. അധ്യാപകന് 2 ധായുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഒരു ധാ മാത്രമേ കാണുന്നുള്ളൂ. ഈ അടുത്ത സമയത്ത് ഫേസ്ബുക്കിൽ ഒരു വലിയ ചർച്ച, ഒരു വലിയ തർക്കം നടന്ന വിഷയമാണ് ഈ അധ്യാപകരിൽ ചിലർ തന്നെ വളരെ ചൂടേറിയ ഒരു വിഷയമായിരുന്നു അധ്യാപകൻ്റെ ഒരു ദാ എന്തിനാണ് എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് ആൾക്കാരുടെ അറിവുകളുടെ അനുസരിച്ച് ഭാഷയെ മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതിപ്പോൾ ധ്യായിക്കും ഇതിനൊന്നും ഒരു ഉച്ചാരണം കൊണ്ട് ദേഹത്തുണ്ടാകുന്ന മാറ്റങ്ങൾ അറിയാഞ്ഞിട്ടാണ്. അതെ, സൂക്ഷ്മത്തെ ഗ്രഹിച്ചവനാണ് ഭാഷ ഉണ്ടാക്കിയത്. സൂക്ഷ്മത്തെ ഗ്രഹിക്കാത്തവന്മാർക്ക് അതിനെ വിവർത്തനം ചെയ്യാനോ അതിനെ തർക്കിക്കാനോ അധികാരമില്ല. നിങ്ങൾ സൂക്ഷ്മത്തെ പഠിച്ചിട്ട് വാ. ഉണ്ടാക്കിയത് നിങ്ങളല്ലല്ലോ. ഉണ്ടാക്കി വെച്ചവൻ ഉണ്ടാക്കിയതുപോലെ ചെയ്യലേ ആവശ്യമുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ ക്യാമറ വർക്ക് ചെയ്യിപ്പിക്കുന്നു, സൂക്ഷ്മത്തെ അറിഞ്ഞവൻ അത് ഉണ്ടാക്കിയത്, ഇതിൻ്റെ സൂക്ഷ്മത്തെ അറിഞ്ഞവൻ. എൻ്റെ സൗകര്യത്തിന് എനിക്കിത് കഴുകാനും തുടയ്ക്കാനും പിടിക്കാനും പറ്റിയാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ പണി കഴിയും. അതുപോലെ തന്നെ ഭാഷയുടെ പണി കഴിഞ്ഞു. ഇനി സൂക്ഷ്മത്തെ അറിഞ്ഞവൻ വന്ന് ശുദ്ധീകരിക്കണം. അവിടെയാണ് പ്രശ്നം. കുറഞ്ഞ പക്ഷം വീടുകളിൽ അക്ഷരം പഠിപ്പിക്കുക എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹരിനാമ കീർത്തനം പോലെ മഹാത്മ്യമുള്ള ഒരു കൃതി മലയാളത്തിലുള്ളതുപോലെ മറ്റൊരു ഭാഷയിലുമില്ല, പഠിപ്പിക്കാനുമില്ല. അത് ചൊല്ലി പഠിച്ചാൽ അക്ഷരവും കൃത്യമാവും, വാക്കുകൾ കൃത്യമാവും. ഈ എഴുത്തച്ഛൻ്റെ രാമായണമൊക്കെ വായിച്ച് ശീലിച്ചാൽ വൊക്കാബുലറി, എത്രയോ വാക്കുകൾ. ഒരു സ്ഥലത്ത് സ്നേഹം എന്നൊരു വാക്ക്, ആ സ്നേഹത്തിന് എത്ര വാക്കുകളാണ് അതിനകത്ത് അങ്ങേരം ഇങ്ങേറ്റം വരെ എടുത്താൽ ഒരു 300 വാക്ക് കിടപ്പുണ്ട്. അതും ഇന്നത്തെ മലബാറിൽ ഉപയോഗിക്കുന്ന ഭാഷ വെച്ച് ഒരുപാട് ഇതുമില്ലാത്ത രീതിയിലുള്ള ശുദ്ധ മലയാളമാണ്. മലബാറുകാരെ കുറ്റം പറയല്ല, നാളെ എൻ്റെ പേരിലൊരു തർക്കം വേണ്ട. പക്ഷേ മലബാറിൽ ഇന്ന് ഇതിലുള്ള ഭാഷയുമായിട്ട് വലിയ ബന്ധം അദ്ദേഹത്തിൻ്റെ എഴുത്തച്ഛൻ്റെ കൃതികൾ ഇടക്കാലം കൊണ്ട് വന്നത് അത് ഒരു ചൊല്ലു ഭാഷ എന്നുള്ളൂ ഇപ്പോൾ ഉള്ളത്. പക്ഷേ നല്ല ശുദ്ധഭാഷയിലുള്ള സിനിമകളല്ലേ അവിടെ നിന്ന് വരുന്നത്. അതുകൊണ്ട് ഇവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്താണ് ഇവർ പറഞ്ഞതെന്ന് ചോദിക്കുന്നില്ല. മാത്രമല്ല മലബാറുകാരെ സംസാരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അവർക്ക് നമ്മൾ പറയുന്ന അവർക്ക് മനസ്സിലാവും. അവർ പറയുന്നത് നമുക്ക് കിട്ടിയിട്ടില്ല. അവർക്ക് സ്വിച്ച് ചെയ്യാൻ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. അവർ പറയും നിങ്ങൾ അങ്ങനെയാണ് പറയുന്നതെന്ന് പറയും. ഇപ്പം നമ്മുടെ നാട്ടിലെ പല സാധനവും അവിടെ പോയാൽ നിൽക്കുന്ന സാധനം നമ്മുടെ നാട്ടിൽ ഇരിക്കുകയാണ്, ചിലത് കിടക്കുകയാണ്. ഇപ്പം മാവിൽ മാങ്ങ കിടപ്പുണ്ട്, അവിടെ മാങ്ങ നിൽപ്പുണ്ട് എന്നുള്ള വ്യത്യാസം. കസേര അവിടെ കിടപ്പുണ്ട്, കസേര അവിടെ കിടപ്പുണ്ട്, കസേര അവിടെ ഇരിപ്പുണ്ട്, വ്യത്യാസമുണ്ട്. നമ്മുടെ ഇവിടെ കിടക്കുന്ന പലതും അവിടെ പോയി നിൽക്കുന്നത് പലതും പോയി അവിടെ കിടക്കും. അങ്ങനെ ഭാഷാപരമായ വ്യത്യാസം അത്രയ്ക്കൊക്കെ ഉള്ള ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്നുള്ളതല്ലാതെ കേരളത്തിൻ്റെ ഭാഷ അതൊക്കെ ഒരേ രീതിയിൽ തന്നെയാണ്.
നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. അടുത്തൊരു എപ്പിസോഡ് അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും പെട്ടെന്ന് തന്നെ കാണാനിട വരുത്തട്ടെ.